ഇന്ത്യയിൽ ഡൽഹി, ബംഗളൂരു പോലുള്ള നഗരങ്ങളിലെ വാഹനങ്ങളുടെ നീണ്ട നിര സാധാരണമാണ്. എന്നാൽ 12 ദിവസം നീണ്ടുനിന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേകിയ ഗതാഗതക്കുരുക്കിനെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? 2010 ഓഗസ്റ്റ് 14-ന് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിലായിരുന്നു ഈ ഗതാഗതക്കുരുക്ക്. ചൈന നാഷണൽ ഹൈവേ 110-ൽ ബെയ്ജിംഗ് ടിബറ്റ് എക്സ്പ്രസ് വേയിലാണ് ഇത് സംഭവിച്ചത്. വാഹനങ്ങളുടെ നിര 100 കിലോമീറ്ററിലധികം നീണ്ടു. 12 ദിവസത്തേക്ക് വാഹനങ്ങളും അതിനകത്തുണ്ടായിരുന്നവരും കുടുങ്ങി. ലോക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗതക്കുരുക്കായി ഇതറിയപ്പെടുന്നു. ഗതാഗതക്കുരുക്ക് ഉടനൊന്നും അവസാനിക്കില്ലെന്ന് മനസ്സിലാക്കിയതോടെ യാത്രികർ വാഹനങ്ങളിൽ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയും അവിടെ തന്നെ ഉറങ്ങുകയും ചെയ്തു. നിർമ്മാണത്തിലിരിക്കുന്ന ബെയ്ജിംഗ് ടിബറ്റ് എക്സ്പ്രസ് വേക്കായി മംഗോളിയയിൽ നിന്ന് ബെയ്ജിംഗിലേക്ക് കൽക്കരിയും നിർമ്മാണ സാമഗ്രികളും കൊണ്ടുപോയ ട്രക്കുകളാണ് ഗതാഗത കുരുക്കുണ്ടാക്കിയത്. ഗതാഗതക്കുരുക്കിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇത് കുരുക്ക് ഇരട്ടിയാക്കി. കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും വേണ്ടി എക്സ്പ്രസ് ഹൈവേയിൽ താൽക്കാലിക വീടുകൾ നിർമ്മിച്ചു. ലഘുഭക്ഷണങ്ങൾ, ശീതളപാനീയങ്ങൾ, ന്യൂഡിൽസ്, മറ്റു ഭക്ഷണ സാധനങ്ങൾ എന്നിവ 4 ഇരട്ടി വിലയ്ക്കാണ് ഇവിടെ അന്ന് വിറ്റുപോയത്. യഥാർത്ഥ വിലയേക്കാൾ 10 മടങ്ങ് വിലയ്ക്ക് ആളുകൾ വെള്ളം വാങ്ങാൻ നിർബന്ധിതരായി. എക്സ്പ്രസ് വേയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇവയെ വഴിതിരിച്ച് വിടുകയാണ് ഉണ്ടായത്. 12 ദിവസമെടുത്താണ് അധികൃതർ ഈ വൻ കുരുക്കഴിച്ചത്. കുരുക്കഴിക്കാൻ വേണ്ടി അധികൃതർ ആദ്യം ഈ റൂട്ടിലെ ഗതാഗതം പൂർണ്ണമായും നിർത്തി. ട്രാഫിക്കിൽ കുടുങ്ങിയ ട്രക്കുകളെ ആദ്യം മടക്കി. കുടുങ്ങിയ ആളുകളെ ഒഴിപ്പിക്കാൻ ഭരണകൂടം രാവും പകലും പ്രവർത്തിച്ചു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഈ ട്രാഫിക് ജാം 2010 ഓഗസ്റ്റ് 26-നാണ് അവസാനിച്ചത്.